ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലം ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടല്ലോ പാലക്കാട്. അവിടെ നിന്ന് പത്തനാപുരത്തിന് ശേഷം 8 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു കൊച്ചു സ്ഥലമാണ്. ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ്. അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് പയ്യക്കുണ്ട്. ഈ പേരിൽ മലപ്പുറത്തൊക്കെ വേറെ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്വഭാവമുണ്ട് ചെറുപ്പകാലം മുതൽ. അതായത് സൈക്കിള് ഓടിച്ച് ശീലം തുടങ്ങി അത്യാവശ്യം ദൂരം പോകാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ശീലമാണ് ഈ കാണുന്ന വഴിയൊക്കെ കയറുക. അല്ലെങ്കിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും യാത്രയിൽ ആ വഴിയൊന്ന് കയറി നോക്കുക. അപ്പോൾ എപ്പോഴും കാണുന്നൊരു വഴിയാണത്. അപ്പോൾ ഇന്നലെ ഈ വഴി ഒന്ന് ജസ്റ്റ് കയറി നോക്കി, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാനിത് ഒന്ന് കവർ ചെയ്ത്. അപ്പോൾ എൻ്റെ പുറകെ കാണുന്നത് വീഴുമല എന്ന് പറയും. ഞാൻ എൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. വീഴുമലയുടെ ചരിത്രമൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഹനുമാൻ മല കൊണ്ടുപോയപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം വീണിട്ട് വന്ന പേരാണ് വീഴുമല എന്ന്. അതിൻ്റെ ഈ സൈഡാണ്. ഈ റോഡ് കയറി ഒന്ന് ആ മലയുടെ ചുറ്റിയാണ് കറങ്ങി വരാം. ചുറ്റിയെന്ന് വെച്ചാൽ മലയുടെ താഴത്തു കൂടി കറങ്ങി നമുക്ക് ഹൈവേയിലേക്ക് പോകാം വീണ്ടും. അപ്പോൾ NH 544 ഏകദേശം ചീക്കോട് എന്ന് പറയും. അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ട് പയ്യക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നേണ്ട ഇവിടെ സ്വല്പം നേരം ഇരിക്കാമെന്ന് വെച്ച്. ചായക്കടയില്ല, കുറച്ച് വീടുകളും കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, പരിചയപ്പെടുത്താം. മുഖത്ത് നല്ല ഉറക്കക്ഷീണമുണ്ട്. വയലിലൂടെ ഞാൻ കുറച്ച് നേരം നടന്ന് ചെറിയ തണുത്ത കാറ്റുണ്ട് കേട്ടോ. സമയം 6 മണിയായി. 3-4 മണിക്കൂറായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ആയിട്ട് കുറച്ച് നേരം സംസാരിച്ച് 96 വയസ്സുള്ള ഒരു ചേട്ടൻ അപ്പാപ്പനായിട്ട് കുറേ നേരം സംസാരിച്ചു. കാരണം കുറച്ച് വീടുകളുള്ളൂ. അപ്പാപ്പൻ്റെ പ്രായത്തിലുള്ള ആരും ഇല്ല ഇപ്പം സംസാരിക്കാൻ. അപ്പോൾ കുറേ നേരം അപ്പാപ്പനായിട്ട് കത്തി വെച്ച്. അതുകൂടാതെ അലി, പത്തനാപുരത്തുള്ള അലി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അലിനെ കണ്ട്. അലിയാണിത്. അപ്പോൾ ഞാനിത് കണ്ട ഈ സ്ഥലം കണ്ടപ്പോൾ പെട്ടെന്ന് ഇതേപോലത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ പോണ ഈ പുൽക്കൂടുണ്ടല്ലോ. പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വഴികളുണ്ടാക്കുമല്ലോ. പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടാണല്ലോ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ വഴി എങ്ങനെ ഉണ്ടാക്കുമല്ലോ, അതേപോലെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കാഴ്ചയിലൊക്കെ കാണുമ്പോൾ. അപ്പോൾ ചെറിയൊരു പ്രദേശമാണ്, ശാന്തസുന്ദരമായിട്ടുള്ള പ്രദേശം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഒരു മലയുണ്ട്, പിന്നെ വയൽ, പിന്നെ തെങ്ങ്, പിന്നെ പാടത്ത് പണിയെടുക്കുന്ന നമ്മുടെ സ്വന്തം കർഷകർ, അവരാണ് നമ്മുടെ മുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വൈകിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു മനോഹരമായ ഇടമാണ് കേട്ടോ. പിന്നെ പനയുണ്ട് കേട്ടോ, നൊങ്ക് കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇതേപോലത്തെ കാഴ്ചകൾ ഇനിയും പ്രതീക്ഷിക്കുക. അപ്പോൾ ആ വീഡിയോ വാച്ച് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വിഷയവും വീഡിയോയൊക്കെ ആയിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. ഓക്കെ.